ഇന്ന് ലോകം നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണം നീതീകരിക്കാനാകാത്ത വിധം ഇറാനെ ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ചതാണ്, അല്ലെങ്കിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്ന് അറിയാത്തവരായി ലോകത്താരുമില്ല. എന്നിട്ടും ആ രണ്ട് രാജ്യങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന ഈ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ഗൗരവ സ്വഭാവത്തോടുകൂടി പറയാൻ കെൽപ്പുള്ള ഒരു രാജ്യവും ഇല്ല എന്നതാണ് ഈ ലോകത്തിൻ്റെ ശാപം. ഈ യുദ്ധത്തിൻ്റെ പേരിൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഇനി അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളും വിവരണാതീതമായിരിക്കും. നൂറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത വികസനങ്ങൾ വർഷങ്ങളോളം പിറകോട്ട് തള്ളിമാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിനെയും അമേരിക്കയെയും അവരുടെ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയാൻ ഇനിയും ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു മഹാവിപത്തിലേക്കാണെന്ന് നാം തിരിച്ചറിയുക.